ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചവ വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. ആൻസറായിട്ട് വരുന്നത് സി ആണ് കേട്ടോ. നമുക്ക് നോക്കാം. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അയ്യങ്കാളി സാധുജനപരിപാലന സംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമി സമത്വ സമാജം, അയ്യങ്കാളി സാധുജനപരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഇത് SCERTയിൽ അങ്ങനെ തന്നെ ഒരു ബോക്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആ ചാപ്റ്റർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് അത് ഇടാതിരുന്നത് കേട്ടോ. നമുക്ക് വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം. അതിൻ്റെ വർഷം ഒന്ന് പഠിച്ചിരിക്കണം. 1836 സമത്വ സമാജം രൂപീകരിക്കുന്നത് കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം എന്നാണ് രൂപീകരിക്കുന്നത്? 1836. ഇനി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. വർഷം ഓർത്തിരിക്കുക 1907. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം വർഷം ഓർത്തിരിക്കുക 1907. ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ ഏതാണ്? അരയ സമാജം. പണ്ഡിറ്റ് കറുപ്പൻ്റെ അരയ സമാജം. സഹോദരൻ അയ്യപ്പൻ്റെ ആണെങ്കിലോ സഹോദര പ്രസ്ഥാനം. മന്നത്ത് പത്മനാഭൻ്റെയാണ് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി. കുമാരഗുരുദേവൻ രൂപീകരിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ളത്. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമം നമ്മൾ പറഞ്ഞു. വാഗ്ഭടാനന്ദ ആത്മവിദ്യാസംഘം പറഞ്ഞു. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇത്രയൊക്കെയാണ് കേട്ടോ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. വൈകുണ്ഠസ്വാമി അയ്യങ്കാളി നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ ആറ്റിങ്ങൽ കലാപം എന്നാണ് നടന്നത്? 1701 ഏപ്രിൽ 15 കേട്ടോ. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഈ ആറ്റിങ്ങൽ കലാപം നടന്നപ്പോൾ അവിടുത്തെ രാജാവാരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു അല്ലേ. ആദിത്യവർമ്മ. ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അതാരാണ്? ഗിഫോർഡാണ് കേട്ടോ. ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ഗിഫോർഡാണ് കേട്ടോ. ഗിഫോർഡ് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രിലിംസിനൊക്കെ ചോദിക്കാൻ പറ്റുമേ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ഗിഫോർഡാണ് കേട്ടോ. ഗിഫോർഡാണ്. ഇനി ഇതുമായിട്ട് ഈ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയുടെ പേരെന്താണെന്നറിയോ? വേണാട് ഉടമ്പടിയാണ് കേട്ടോ. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് വെച്ചിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത്. വേണാട് ഉടമ്പടി. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 1809 ജനുവരി 11 കേട്ടോ. ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വർഷം 1809 ജനുവരി 11 കേട്ടോ. കുണ്ടറ വിളംബരം എന്നാണ് നടന്നത്? 1809 ജനുവരി 11 കേട്ടോ. ഈ വേലുത്തമ്പി ദളവ സൂയിസൈഡ് ചെയ്ത ക്ഷേത്രത്തിൻ്റെ പേരെന്താണ്? മണ്ണടി ക്ഷേത്രമാണ് കേട്ടോ. മണ്ണടി ക്ഷേത്രമാണ്. ഇനി അത് അവർക്ക് ദേഷ്യം ഇനിയും പോരാഞ്ഞിട്ട് അവരെ ഈ വേലുത്തമ്പി ദളവേനെ നമ്മൾ ഇന്നലെ നമ്മുടെ SCERT ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ദേഷ്യം തീരാഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? കണ്ണമൂല, തിരുവനന്തപുരത്തുള്ള കണ്ണമൂലയിൽ അവരെന്ത് ചെയ്തു? വേലുത്തമ്പി ദളവേൻ്റെ ശരീരം കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണല്ലേ. ഇനി ഏത് ബ്രിട്ടീഷ് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്? കോളിൻ മെക്കാളയുടെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഏത് ബ്രിട്ടീഷ് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? കോളിൻ മെക്കാളയാണ് കേട്ടോ. ഇനി നമ്മളുടെ പഴശ്ശി വിപ്ലവത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വരുന്നതാണ് പഴശ്ശി വിപ്ലവം. അതിൻ്റെ വർഷം ഒന്ന് ഓർത്തിരിക്കുക. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തത് 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. ഇന്നലത്തെ SCERT ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏതാണ്? അത് കുറിച്യർ കലാപമാണ്. എൻ്റെ വർഷം ചോദിക്കാറുണ്ട്. 1812 കേട്ടോ. കുറിച്യർ കലാപത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് എത്രയാണ്? 1812. ഇനി കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് അതാരാണ്?
രാമൻ നമ്പിയാണ് അല്ലേ, രാമൻ നമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്, PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കുറിച്യർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? രാമൻ നമ്പിയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ വർഷമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഓൺലി 3ഉം 4ഉം ആണ് കേട്ടോ ആൻസർ. 3ഉം 4ഉം പരസ്പര ബന്ധമില്ലാത്തത് അതാണ്. ഉള്ളത് ഏതൊക്കെയാണ്? വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921 ശരിയാണ്. പുന്നപ്രവേലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ, വർഷം ഓർത്തിരിക്കുക 1946. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുന്നപ്രവേലാർ സമരം വർഷം എത്രയാണ്? 1946. വാഗൺ ട്രാജഡി 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് വാഗൺ ട്രാജഡി അല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. എന്താ സവർണജാഥ? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് നടന്നതല്ല, വൈക്കം സത്യാഗ്രഹവുമായിട്ട് നടന്നതാണ് സവർണജാഥ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്കതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നോക്കാം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളെ എന്ത് പറയുന്നു? മലബാർ കലാപം എന്ന് പറയുന്നു. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1921 കേട്ടോ. നമ്മുടെ ഈ ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടന്നതാണ് ഈ മലബാർ കലാപം എന്ന് പറയുന്നത് കേട്ടോ. ഈ മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം എന്താണ്? അതിലൊരു വേർഡ് ചോദിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ വടക്കേ വീട്ടിൽ മുഹമ്മദ്, അതെന്താണ്? പൂക്കോട്ടൂർ കലാപമാണ് അല്ലേ. ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെടും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മലബാർ കലാപം പെട്ടെന്നുണ്ടായത് കേട്ടോ. മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാനം കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ ആരായിരുന്നു? വില്യം ലോഗൻ ആയിരുന്നു കേട്ടോ. വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാനം എന്താണ്? ജന്മിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക പ്രശ്നങ്ങൾ ആണെന്ന് ചൂണ്ടിക്കാട്ടിയത് ആരായിരുന്നു? വില്യം ലോഗനായിരുന്നു. ഇനി മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? തിരൂരങ്ങാടിയാണ് അല്ലേ. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? തിരൂരങ്ങാടി ആയിരുന്നു കേട്ടോ. തിരൂരങ്ങാടിയായിരുന്നു മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. ഈ മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട ഒരു കളക്ടർ ഉണ്ട്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട എന്താണ് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. അത് ഇപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആരാണെന്നറിയോ? HV കൊനോലി ആണ് കേട്ടോ. HV കൊനോലി. ആരാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? HV കൊനോലി ആണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഗിഫോർഡ് ആയിരുന്നു കേട്ടോ. ഇനി ഈ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 3 നേതാക്കളുണ്ട്. അവരെ ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നതാണ്. ഈ 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വന്തമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണെന്നുള്ളത്. അതാരായിരുന്നു? വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് കേട്ടോ. സ്വയമേ അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത്. ഹിന്ദുക്കളുടെ രാജാവാണ്, മുസ്ലിങ്ങളുടെ അമീറാണ്, പിന്നെ ഖിലാഫത്ത് ആർമിയുടെ കേണൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം വിശേഷിപ്പിച്ചത് ആരായിരുന്നു? വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു കേട്ടോ. ഇനി വേറെ ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നറിയോ? മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെയാണ് എന്നുള്ളത് കേട്ടോ. ആരെയായിരുന്നു? അലി മുസ്ലിയാറിനെ ആയിരുന്നു അല്ലേ. അലി മുസ്ലിയാറിനെ ആയിരുന്നു താൽക്കാലിക വിജയത്തിന് ശേഷം എന്ത് ചെയ്തത്? ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് കേട്ടോ. അലി മുസ്ലിയാറിന്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, PYQ ആണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കൊനോലി ആണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ INA ഭടനാരാണ്? വക്കം അബ്ദുൾ ഖാദറാണ് കേട്ടോ. വക്കം അബ്ദുൾ ഖാദർ. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാരാണ്? വക്കം അബ്ദുൾ ഖാദറാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ മലബാർ കലാപം അന്വേഷിച്ചൊരു കമ്മീഷനുണ്ട്. എന്താണെന്നറിയോ? വില്യം ലോഗൻ കമ്മീഷനാണ് കേട്ടോ. വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ആരായിരുന്നു? നമ്മുടെ വില്യം ലോഗൻ കമ്മീഷനായിരുന്നു. പക്ഷേ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആരായിരുന്നു?
അത് ടി എൽ സ്ട്രെയിഞ്ച് ആയിരുന്നു കേട്ടോ. ടി എൽ സ്ട്രെയിഞ്ച് ആയിരുന്നു മലബാർ കലാപങ്ങളെ കുറിച്ചിട്ട് അന്വേഷണം നടത്തിയത്. ആ 2 ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാണ്? ടി എൽ സ്ട്രെയിഞ്ച് ആണ്. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വില്യം ലോഗനാണ് കേട്ടോ. ഇനി നമ്മളെ ആ ഭാഗത്ത് നോക്കിയിരിക്കേണ്ട ഒരു സ്ത്രീയാണ് കമ്മത്ത് ചിന്നമ്മ എന്ന് പറയുന്നത് കേട്ടോ. കമ്മത്ത് ചിന്നമ്മ നമ്മുടെ 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ എന്ന് പറയുന്നത് കേട്ടോ. മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. അപ്പോൾ മലബാർ കലാപവുമായിട്ട് ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. നമുക്ക് പുന്നപ്രവയലാർ സമരം ഒന്ന് നോക്കിയാലോ. വർഷം ഓർത്തിരിക്കുക 1946. പുന്നപ്രവയലാർ സമരം 1946. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് ഏതെന്ന് പറയുന്നത്? 1946 പുന്നപ്രവയലാർ സമരം. അതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അമേരിക്കൻ മോഡൽ അറബിക് കടലിൽ എന്നുള്ളതായിരുന്നു കേട്ടോ. ഇനി എന്നാണ് വാഗൺ ട്രാജഡിയുടെ വർഷം എന്നാണ്? 1921. വാഗൺ ട്രാജഡി എന്നാണ് വർഷം? 1921. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? TS ഹിച്ചുകോക്ക് ആയിരുന്നു അല്ലേ. നമ്മുടെ ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് വഴി 72 ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അതിൽ SCERTയിൽ 78 കിടക്കുന്നത്. പക്ഷേ PSC ആൻസർ 72 തോന്നുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇതാകട്ടോ. അങ്ങനെ മരിച്ച ഒരു കേസാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? TS ഹിച്ചുകോക്കാണ്. ആ പേര് ഓർത്തിരിക്കണേ. TS ഹിച്ചുകോക്കാണ് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയത്. ഇനി എന്നാണ് വർഷം പറഞ്ഞാലോ? 1921 നവംബർ 10 കേട്ടോ. നവംബർ 10 മാസവും ദിവസവും എന്ന് പറയുന്നത്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. ഇനി ഒന്നും കൂടെ ഓർത്തിരിക്കുക. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? തിരൂരാണുള്ളത് കേട്ടോ. തിരൂരാണ് വാഗൺ ട്രാജഡി സ്മാരകം ഉള്ളത് കേട്ടോ. ഇനി ഈ ഹിച്ചുകോക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മലബാർ കലാപം അടിച്ചമർത്തിയത്. കലാപകാരികളെ കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയതും ഈ മലബാർ കലാപം അടിച്ചമർത്തിയതും ആര് തന്നെയാണ്? ഹിച്ചുകോക്ക് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് PYQ ക്വസ്റ്റ്യൻ നോക്കാം. ഈ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്? അതാണ് പോത്തന്നൂർ സ്റ്റേഷൻ കേട്ടോ. പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷനാണ്. അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ പേരെന്താണ്? AR നേപ്പ് കമ്മീഷൻ. ഓർത്തിരിക്കുക. വാഗൺ ട്രാജഡിയാണ് AR നേപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച കമ്മീഷൻ ഏതായിരുന്നു? വില്യം ലോഗനാണ്. മറന്നുപോവോ? ഇല്ലല്ലോ, മാറിപ്പോകരുത്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ ഒരാൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാരാണ്? സുമിത് സർക്കാരാണ് കേട്ടോ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാരാണ്. ഇനി അടുത്തത് നമുക്കൊന്ന് വൈക്കം സത്യാഗ്രഹം നോക്കി വരാം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് കേട്ടോ. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടക്കുന്നത്? 1924. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് കേട്ടോ. അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹമാണ്. എന്നാണ് നടന്നത്? 1924 മാർച്ച് 30. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് സവർണ ജാഥ നടത്തിയത്. ആരാണ്? ഇപ്പോൾ കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ലേ സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹം വന്നത്? അതല്ല, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് സവർണ ജാഥ ആര് നടത്തിയത്? മന്നത്ത് പത്മനാഭൻ നടത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെയൊക്കെയാണ് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. 1924 നവംബർ 1 ആരംഭിച്ചിട്ട് നവംബർ 12 അത് തിരുവനന്തപുരത്ത് എത്തുന്നത്. വൈക്കത്ത് നിന്ന് ആരംഭിച്ചിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നത്. ഇനി ഇവിടെ
രണ്ട് പേര്, ഒരാൾ നമ്മുടെ എം.ഇ. നായിഡു ഒരു സവർണജാഥ നടത്തിയിട്ടുണ്ട്. അതെവിടെ നിന്നാണ്? നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് എം.ഇ. നായിഡു സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചത്. മറന്നു പോകരുതേ, നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് എം.ഇ. നായിഡു സവർണജാഥ നയിച്ചത്. മന്നത്ത് പത്മനാഭനാണെങ്കിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നടത്തിയത്. ഈ വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു അല്ലേ. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ ആരായിരുന്നു? തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിയായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വർഷം എത്രയാണ്? 1936. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. എന്നാണ്? 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം ഡേറ്റ് വർഷം കിട്ടിയോ? 1936 നവംബർ 12. ഈ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യറായിരുന്നു കേട്ടോ. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് 1936 നവംബർ 12 നടത്തിയ ക്ഷേത്രപ്രവേശന വിളംബരം. ആരാണ് പുറപ്പെടുവിപ്പിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യറായിരുന്നു. നമുക്കൊന്ന് ഗുരുവായൂർ സത്യാഗ്രഹം കൂടെ നോക്കാം. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനുമെതിരായിട്ട് നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനഹിത പരിശോധന നടത്തിയതെന്ന് ചോദിച്ചാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂരുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതായിരുന്നു? KPCC ആയിരുന്നു കേട്ടോ, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കേട്ടോ. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതായിരുന്നു? KPCC. KPCC ഗുരുവായൂർ സത്യാഗ്രഹം പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ഏതായിരുന്നു? എപ്പോഴും ചോദിക്കുന്നതാണ്. വടകര സമ്മേളനമാണ് കേട്ടോ. വടകര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കുന്നത് കേട്ടോ. ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? വടകര സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി ഈ വടകര സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? അത് JM ഗുപ്തയായിരുന്നു കേട്ടോ. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? JM ഗുപ്തയായിരുന്നു. ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? K കേളപ്പൻ. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അതാരാണ്? AKG അഥവാ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG അഥവാ AK ഗോപാലൻ. ഇനി മന്നത്ത് പത്മനാഭൻ ആരായിരുന്നു? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. മറന്നു പോകരുത് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറിയോ? അത് K കേളപ്പനായിരുന്നു കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി അതാരായിരുന്നു? K കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരായിരുന്നു? K കേളപ്പൻ. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. പാടുന്ന പടവാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേട്ടോ. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ ആരായിരുന്നു? P കൃഷ്ണപിള്ളയായിരുന്നു. P കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ ആരായിരുന്നു? P കൃഷ്ണപിള്ള. അപ്പം നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട് അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കണം കേട്ടോ. ഇത് എക്സാമിന് മുന്നേ എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു മോക്ക് ടെസ്റ്റ് നടത്തണം. അപ്പോൾ എല്ലാം കിട്ടും. മോക്ക് ടെസ്റ്റാണ് ഏറ്റവും ബെറ്റർ. നമ്മളിങ്ങനെ ക്ലാസ് എടുത്ത് പോകാൻ നമുക്കധികം സമയവും ഇല്ല. മോക്ക് ടെസ്റ്റാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ SCRT ക്വസ്റ്റ്യൻസ്. SCRT എന്ന് വന്നാണ്. നിങ്ങൾ ഇന്നലെ SCRT കണ്ടവർക്കറിയാം. അതിൽ ഇതന്നെ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് അല്ലേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആദിഭാഷയാണ് അല്ലേ. ആദിഭാഷയാണ്. ആദിഭാഷ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ് ആദിഭാഷ കേട്ടോ. ദൈവദശകം, ശിവശതകം, ദർശനമാല ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. എന്നാൽ ചോദിക്കട്ടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന അത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്
ആദ്യത്തെ കൃതി എഴുതി വെച്ചോണേ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ. അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ള കൃതികളാണ് ഏത് എന്ന് പറയുന്നത്? ഈശവാസ്യോപനിഷത്ത്, ഒഴിവിലൊടുക്കം എന്ന് പറയുന്നത് കേട്ടോ. വിവർത്തനം ചെയ്തതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അദ്ദേഹം വിവർത്തനം ചെയ്തത് ഏതൊക്കെയാണ്? ഈശവാസ്യോപനിഷത്ത്, ഒഴിവിലൊടുക്കം. പിന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചൊരു രചനയുണ്ട്. അതിൻ്റെ പേരാണ് നവമഞ്ജരി എന്ന് പറയുന്നത് കേട്ടോ. നവമഞ്ജരി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ജരി. മറന്നുപോകല്ലേ, നവമഞ്ജരി. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ്? ദൈവദശകം, ശിവദശകം, ദർശനമാല, ഇതെല്ലാം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഇനി നമുക്ക് 2 പഠിക്കാം. ഇനി നമുക്ക് നമ്മുടെ നേതാക്കന്മാരെയും നമ്മുടെ നവോത്ഥാനത്തിലെ നായകന്മാരെയും അവരുടെ കൃതികൾ നമുക്ക് നോക്കാം. നമുക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ഏതൊക്കെ കൃതികളാണെന്ന് നോക്കാം. ആത്മാനുതാപം, നളാഗമങ്ങൾ, അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ഇത്രയും ആരുടെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാണ് കേട്ടോ. ആത്മാനുതാപം, നളാഗമങ്ങൾ. ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നളാഗമങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് കേട്ടോ. അത് ചരിത്രമാണ് കേട്ടോ. നളാഗമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചരിത്രമാണ്. അപ്പോൾ പിന്നെ അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ഒരു മിനിറ്റ്, നമ്മുടെ ഈ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട് 2 കോഡ്സ് ഉണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതും കൂടെ ഒന്ന് പറയട്ടെ. നമ്മുടെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇത് രണ്ടും എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പ്രിലിംസിനൊക്കെ ചോദിക്കാറുള്ള ഒരു കോഡ്സാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. തിരുക്കുറൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം കൂടിയുണ്ട് കേട്ടോ. അത് ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം ചെയ്തിട്ടുള്ള ഒരു തമിഴ് ഗ്രന്ഥമാണ്. തിരുക്കുറൽ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം ചെയ്ത തമിഴ് ഗ്രന്ഥം ഏതാണ്? തിരുക്കുറലാണ് കേട്ടോ. തിരുക്കുറൽ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മുടെ ചട്ടമ്പി സ്വാമികളെ കൊണ്ട്, ഈ ചട്ടമ്പി സ്വാമികൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സർവ്വവിദ്യാധിരാജ എന്നാണല്ലേ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളം. പിന്നെ ഏതാണുള്ളത്? മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതച്ഛേദനം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഇത്രയും ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ് കേട്ടോ. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതച്ഛേദനം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഇനി വൈകുണ്ഠസ്വാമിയുടെ 2 കൃതികളാണ്. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾ നൂൽ എന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമിയുടെ 2 കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾ നൂൽ. ബ്രഹ്മാനന്ദ ശിവയോഗി എന്താണ് പറഞ്ഞത്? മനസ്സാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ ആളാണ് അല്ലേ ബ്രഹ്മാനന്ദ ശിവയോഗി. ഏതൊക്കെയാണ്? മോക്ഷപ്രദീപം, ജ്ഞാനക്കുമ്മി, സ്ത്രീ വിദ്യാപോഷിണി, ആനന്ദക്കുമ്മി. ഇതിൽ സ്ത്രീ വിദ്യാപോഷിണി ആരുമായിട്ട് ബന്ധപ്പെട്ടു? ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തിരിക്കണേ. സ്ത്രീ വിദ്യാപോഷിണി എന്ന് പറയുന്ന എന്താണ് കൃതി ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് കേട്ടോ. ഇനി അടുത്തതാണ് വാഗ്ബടാനന്ദൻ്റെ ഏതൊക്കെയാണ്? ആത്മവിദ്യ, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ആരെഴുതിയതാണ്? വാഗ്ബടാനന്ദൻ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വാഗ്ബടാനന്ദൻ യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസിക ഇറക്കിയിട്ടുണ്ട്. യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസിക എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസിക സഹോദരൻ അയ്യപ്പനും ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഓർത്തിരിക്കണേ. വേലക്കാരൻ സഹോദരൻ അയ്യപ്പനാണ്, യജമാനൻ വാഗ്ബടാനന്ദൻ കേട്ടോ. ഇനി സഹോദരൻ അയ്യപ്പൻ മാവേലി നാടുവാണിടും കാലം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് എഴുതിയത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കണം. വിദ്യാപോഷിണി എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ആര് രൂപം കൊടുത്തതാണ്? സഹോദരൻ അയ്യപ്പൻ രൂപം കൊടുത്തതാണ് കേട്ടോ. സ്ത്രീ വിദ്യാപോഷിണി എന്ന് പറഞ്ഞ കൃതി ആരെഴുതിയതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയതാണ്. എന്നാൽ വിദ്യാപോഷിണി എന്ന് പറഞ്ഞ സംഘടന ആര് രൂപം കൊടുത്തു? സഹോദരൻ അയ്യപ്പനാണ് രൂപം കൊടുത്തുള്ളത്. ഇനി AKG ആണെങ്കിലോ? എൻ്റെ ജീവിതകഥ. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ്. AKGയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിതകഥ. പിന്നെന്താണ്? ഞാനൊരു പുതിയ ലോകം കണ്ടു, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി മണ്ണിനു വേണ്ടി. ഏതൊക്കെയാണ്? എൻ്റെ ജീവിതകഥ ആത്മകഥയാണ്. ഞാനൊരു പുതിയ ലോകം കണ്ടു, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി മണ്ണിനു വേണ്ടി. ഇത്രയും ആരുടെയാണ്? AK ഗോപാലൻ്റെയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആണെങ്കിലോ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വരുന്നതാണ് അല്ലേ.
പിന്നെ രജനീരംഗം, കണ്ണീരും കിനാവും, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, ഇത്രയും ആരുടെയാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെയാണ് കേട്ടോ. ഏതൊക്കെയാണ് പറഞ്ഞത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, രജനീരംഗം, കണ്ണീരും കിനാവും, പിന്നെ ഏതാണ്? ദക്ഷിണായനം, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ. ഇനി അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആണെങ്കിലോ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതയാണ്, പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിതയാണ് സ്തോത്രമന്ദാരം എന്ന് പറയുന്നത് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിതയുടെ പേരെന്താണ്? സ്തോത്രമന്ദാരം. പിന്നെയുള്ളത് ഏതാണ്? ലളിതോപഹാരം, കിളിപ്പാട്ട്, ലങ്കാമർദ്ദനം, ഉദ്യാന വിരുന്ന്, സമാധി സപ്താഹം. മനസ്സിലാവുന്നുണ്ടോ ഏതൊക്കെയാണ്? സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട്, ലങ്കാമർദ്ദനം, ഉദ്യാന വിരുന്ന്, സമാധി സപ്താഹം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് നമ്മുടെ നവോത്ഥാന നായകരുടെയും അവരുടെ കൃതികളും അവരുടെ രചനകളും ഒക്കെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് കേട്ടോ തെറ്റായ പ്രസ്താവന. കൊച്ചിയിലെ ആദ്യത്തെ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് തെറ്റാണ്. 1818 ഇംഗ്ലീഷ് മിഷണറിയായ ഡാവ്സൺ ആണ് കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം 1818 ആര് സ്ഥാപിക്കുന്നു? ഇംഗ്ലീഷ് മിഷണറി ആയിട്ടുള്ള ഡാവ്സൺ ആണ് സ്ഥാപിക്കുന്നത്. സ്വാതി തിരുനാളിൻ്റെ കാലത്തല്ല സ്ഥാപിക്കപ്പെട്ടത്. അത് തെറ്റാണ്. നമുക്ക് ആ മിഷണറി സംഘത്തെയും കൊടുത്തിരിക്കുന്ന പ്രവർത്തന മേഖലയും ഒന്ന് നോക്കിയാലോ. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണ്? തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെങ്കിൽ എവിടെയാണ് പ്രവർത്തന മേഖല? മലബാർ ആയിരുന്നു പ്രവർത്തന മേഖല. ഇത് ഞാൻ SCERT ഇന്നലെ ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ 1817 നമ്മുടെ ഈ റാണി ഗൗരി പാർവതി ബായി സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി എന്നുള്ളത് വർഷം ഓർത്തിരിക്കണം. 1817 കേട്ടോ. നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ആരാണ് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്? റാണി ഗൗരി പാർവതി ബായി ആണ് കേട്ടോ. റാണി ഗൗരി പാർവതിയാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. വർഷം ഓർത്തിരിക്കുക 1817. ഇനി നമ്മൾ വേറൊരു കാര്യം ഓർത്തിരിക്കണം. 1841 കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് ആരായിരുന്നു? റെവറൻഡ് ഹബീക്ക് ആയിരുന്നു കേട്ടോ. ഹബീക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 1841 കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ഹബീക്കാണ് കേട്ടോ. റെവറൻഡ് ഹബീക്കാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ആരാണ്? കെ കേളപ്പനാണ് അല്ലേ. നമുക്ക് ഇവരെക്കുറിച്ചൊന്ന് നോക്കിയാലോ. കെ കേളപ്പനെ കുറിച്ചൊന്ന് ഓടിച്ചു നോക്കാം. NSSൻ്റെ സ്ഥാപക പ്രസിഡന്റാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെയാണ് കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. എവിടം വരെയാണ്? കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ അദ്ദേഹം എന്ത് ചെയ്തു? ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത്? കെ കേളപ്പൻ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി ആരെയാണ്? കെ കേളപ്പനെയായിരുന്നു. ഐക്യ കേരള രൂപവൽക്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. ഐക്യ കേരള രൂപവൽക്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. ഓർത്തിരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. അന്ത്യോജോദ്ധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി, സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരെന്നെയാണോ? നമ്മളുടെ കെ കേളപ്പൻ തന്നെയാണ് കേട്ടോ. അതായത് ഈ 1927 നമ്മളുടെ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ഒരു യോഗം നടന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ഈ അന്ത്യജോദ്ധാരണ സംഘം എന്ന് പറയുന്നത് കേട്ടോ. അന്ത്യജോദ്ധാരണ സംഘം എന്ന് പറയുന്നത് ആ സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? കെ കേളപ്പനെയായിരുന്നു. ഇനി നമുക്ക് നോക്കാം വി.ടി. ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായത്തിൽ നിന്നും അംഗമായിട്ടുള്ള നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്.
മിശ്ര വിവാഹത്തെ അദ്ദേഹത്തിൻ്റെ നമ്പൂതിരി സമുദായത്തിൽ നിന്നും വേറെ സമുദായത്തിലേക്കുള്ള മാരേജുകളൊക്കെ അദ്ദേഹത്തിന് എന്തായിരുന്നു, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം രൂപം കൊടുത്തൊരു സംഘടനയുടെ പേരെന്താണ്, നമ്പൂതിരി യുവജന സംഘം എന്നുള്ളതാണ് കേട്ടോ. നമ്പൂതിരി യുവജന സംഘം. നമ്മുടെ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ്, നമ്പൂതിരി യുവജന സംഘം. അതിൻ്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഉണ്ണി നമ്പൂതിരിയിലാണ് നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അത് 1929 കേട്ടോ. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഏതിലാണ്, ഈ ഉണ്ണി നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള മുഖപത്രത്തിലാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCCയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ആയിരുന്ന വ്യക്തിയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. 21 ഒറ്റപ്പാലത്ത് വെച്ച് ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCCയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ആയിരുന്ന വ്യക്തി ആരായിരുന്നു, വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്നു. യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ടത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭ എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്, 1908 ജാനുവരി 31. ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. ഇനി ആ യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമാരായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ഏതായിരുന്നു, ആദ്യത്തെ കഥാസമാഹാരം രജനീരംഗമായിരുന്നു കേട്ടോ. രജനീരംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്, ആത്മകഥ കണ്ണീരും കിനാവും എന്നുള്ളതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ഏതാണ്, രജനീരംഗം എന്നുള്ളതാണ് കേട്ടോ. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണെങ്കിൽ കണ്ണീരും കിനാവും എന്നുള്ളതാണ് കേട്ടോ. ഇനി നാടകത്രയങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു 3 കൃതികളുണ്ട് കേട്ടോ. 3 നാടകങ്ങളുണ്ട്, അതൊന്ന് നോക്കണം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം അതെഴുതിയത് ആരാണ്, മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ് കേട്ടോ. പിന്നെ ഋതുമതി എം.പി. ഭട്ടതിരിപ്പാട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. ഈ 3 എണ്ണത്തിനെയാണ് നാടകത്രയം എന്ന് പറയുന്നത് കേട്ടോ. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഋതുമതി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഇതെല്ലാം ഓരോ ഭട്ടതിരിപ്പാടാണല്ലേ. മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്, എം.പി. ഭട്ടതിരിപ്പാട്, വി.ടി. ഭട്ടതിരിപ്പാട്. ഇത് ഏതൊക്കെയാണ് കൃതികൾ, ഏതൊക്കെയാണ് നാടകങ്ങൾ എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. മറക്കുടിക്കുള്ളിലെ മഹാനരകം എന്ന നാടകം എഴുതിയത് ആരാണ്, വെച്ചിട്ട് തന്നെയാണ് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് അല്ലേ. ഇനി ഋതുമതിയാണെങ്കിലോ എം.പി. ഭട്ടതിരിപ്പാടാണ്. എം.പി. ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നാണെങ്കിൽ വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു യാത്രയാണ് യാചനാ യാത്ര. ഈ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ് യാചനാ യാത്ര എന്ന് പറയുന്നത്. അതിൻ്റെ വർഷം ഓർത്തിരിക്കണേ, 1931 ഏപ്രിൽ 26 കേട്ടോ യാചനാ യാത്ര നടന്നത്. 1931 ഏപ്രിൽ 26 എവിടെ മുതലായിരുന്നു, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു ഈ യാചനാ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. ഇനി AKGനെ കുറിച്ചിട്ടൊന്ന് നോക്കിയാലോ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്, AKG. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്, AKG. AK ഗോപാലൻ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പട്ടിണി ജാഥ എപ്പോഴും ഡേറ്റ് ചോദിക്കാറുള്ളതാണ്. 1936 ആരാണ്, കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ് 1936 AKG പട്ടിണി ജാഥ നയിക്കുന്നത്. കണ്ണൂരിൽ നിന്നും മദ്രാസ് 36. പിന്നെ ആരാണ്, AKG കേട്ടോ പട്ടിണി ജാഥ നയിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് AKG എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമം വഴിയിട്ട് കരുതൽ തടങ്കലാകുന്നത് കേട്ടോ. AKG ആണ് ആദ്യമായിട്ട് കരുതൽ തടങ്കൽ വിധി വഴി കരുതൽ തടങ്കലിലാകുന്നത്. AKG ആണ്. 1935 നടന്ന പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആളെ തിരിച്ചറിയാൻ ചോദിക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിരിക്കും തരിക. 1935 നടന്ന പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിൽ പങ്കെടുത്തത് ആരാണ്, AKG ആണ്. TK മാധവനെ നോക്കാം.
SNDPയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മബട സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചു. അപ്പോൾ ധർമ്മബട സംഘം എന്ന സംഘടനയുടെ സംഘടന രൂപീകരിച്ചത് ആരാണ്? TK മാധവനാണ് കേട്ടോ. TK മാധവനാണ്. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കാക്കനാട സമ്മേളനം 1923. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? കാക്കിനാട സമ്മേളനം 1923. അദ്ദേഹമാണ് ഈഴവ സമാജം രൂപീകരിക്കുന്നത് കേട്ടോ. ഈഴവ സമാജം. ഇനി അദ്ദേഹം 1921 ഗാന്ധിജിയെ സന്ദർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം. SNDPയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ധർമ്മബട സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. ഈഴവ സമാജം അദ്ദേഹം രൂപീകരിച്ചതാണ് 1921 ഗാന്ധിജീനെ സന്ദർശിച്ചിട്ടുണ്ട്. കൂടാതെ TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? 1923 കാക്കിനാട സമ്മേളനം. ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1923 കാക്കിനാട സമ്മേളനം TK മാധവനാണെന്നുള്ള ബന്ധം ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കേരള ഹിസ്റ്ററി ക്ലാസ് ഇവിടെ തീരുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് പോയിൻ്റൊക്കെ കിട്ടിയില്ലേ? പോയിൻ്റുകൾ നമുക്ക് വീണ്ടും ഒരു റിവിഷൻ പോലെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ചിലതൊക്കെ തലയിൽ നിൽക്കുന്നുണ്ടാവില്ലേ വീണ്ടും വീണ്ടും ഒന്ന് കേട്ടപ്പോൾ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നമുക്കൊരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. SCRT ഒരു 3 ചാപ്റ്ററും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തീർക്കാനുണ്ട്. അത് ഞാൻ വഴി എടുത്തു തരാം. ബാക്കി നമുക്ക് മോക്ക് ടെസ്റ്റായിട്ട് നീങ്ങാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്